ഇൻഡിഗോ പ്രതിസന്ധി ഇന്നും തുടരുകയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇൻഡിഗോയുടെ 9 ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കി. ഹൈദരാബാദ്, ബംഗളൂരു, ഭുവനേശ്വർ, അഹമ്മദാബാദ്, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, പ്രതിസന്ധി തീരുന്നില്ല. രാജ്യത്താകമാനം ഇന്ന് 500-ലധികം സർവീസുകൾ റദ്ദാക്കിയെന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും വരുന്നതും ഇൻഡിഗോയുടെ 9 ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കി എന്നുള്ളത് തന്നെയാണ്. ലിഡിയയിലേക്ക് വരാം. എന്തായാലും 9 ആഭ്യന്തര സർവീസുകൾ കൊച്ചിയിൽ മാത്രം റദ്ദാക്കിയിട്ടുണ്ട്. ഹൈദരാബാദ്, ബംഗളൂരു, ഭുവനേശ്വർ, അഹമ്മദാബാദ്, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ കൂടി റദ്ദാക്കി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ലിഡിയ, വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ 9 സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. ഈ പ്രതിസന്ധി അത് നെടുമ്പാശ്ശേരിയിലും തുടരുന്ന കാഴ്ചകളാണ് കാണുന്നത്. എന്തൊക്കെ വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധി അത് നെടുമ്പാശ്ശേരിയിലും തുടരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വലിയ പ്രതിഷേധങ്ങൾ ഈ യാത്രക്കാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും ഇന്നലെയുമായി വലിയ പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇത്തരത്തിൽ റദ്ദാക്കിയതിന്റെ വാർത്ത മുൻപ് തന്നെ യാത്രക്കാർ അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിനുള്ള റീഫണ്ട് നൽകുമെന്നും ഇൻഡിഗോ അടക്കം അറിയിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായും 9 ആഭ്യന്തര സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഹൈദരാബാദ്, ഒപ്പം ബംഗളൂരു, ഭുവനേശ്വർ, അഹമ്മദാബാദ്, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയിരിക്കുന്നത്. ഹൈദരാബാദിലേക്ക് രാവിലെ 7:10 സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് വൈകിട്ട് പോകാനുള്ള 6:45 11:10 സർവീസുകൾ ഹൈദരാബാദിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല ബംഗളൂരുവിലേക്ക് രാവിലെ 7:30 സർവീസ് നടത്തിയിട്ടിരുന്ന ഇൻഡിഗോ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല രാവിലെ 9:15 വിമാനവും റദ്ദാക്കി. ഭുവനേശ്വറിലേക്ക് 5:25 വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദിലേക്ക് ഉടൻ പുറപ്പെടേണ്ടിയിരുന്ന, അതായത് 12:35 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമടക്കം റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ രാത്രി പുറപ്പെടേണ്ടിയിരുന്ന 11:45 പുറപ്പെടേണ്ടിയിരുന്ന മസ്കത്ത് സർവീസ് ഇന്ന് രാവിലെ 8 മണിയോടെ റദ്ദാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ 9ഓളം ആഭ്യന്തര സർവീസുകളും ഒപ്പം പുറത്തേക്കുള്ള മസ്കത്തിലേക്കുള്ള ഒരു സർവീസുമാണ് നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. ഇന്നലെയും സമാനമായിട്ടുള്ള രീതിയിൽ 11ഓളം സർവീസുകൾ റദ്ദാക്കിയിരുന്നു. അത് പ്രധാനമായും റാസൽ ഖൈമ, അബുദാബി തുടങ്ങിയിടത്തേക്കുള്ള ഈ തരത്തിലുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്നലെയും ആഭ്യന്തര സർവീസുകൾ ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള ആഭ്യന്തര സർവീസുകളും റദ്ദാക്കിയിരുന്നു. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.